ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഉടൻ പുറത്തുവിട്ടേക്കുമെന്ന് സൂചന. ഈ മാസം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന സംസ്ഥാന നേതൃത്വത്തിന് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം തിരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. കേരളത്തിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. നിലവിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധ്യതയുള്ള ആറ്റിങ്ങലും ഒഴികെ സംസ്ഥാനത്തെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ പോലും ഉചിതമായ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് പത്തനംതിട്ടയിൽ നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചന പുറത്തുവരുന്നത്. പത്തനംതിട്ടയിൽ 3 പേരുകളാണ് ബി.ജെ.പി. നേതൃത്വത്തിന് മുന്നിലുള്ളത്. ഇതിൽ കുമ്മനം രാജശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കുമ്മനം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലേക്കെത്തുമ്പോൾ നടൻ ഉണ്ണി മുകുന്ദനും ചിത്രത്തിലുണ്ടെന്ന് മുതിർന്ന സംസ്ഥാന ഭാരവാഹി വ്യക്തമാക്കി. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ മാളികപ്പുറം ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് സൃഷ്ടിച്ച ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ണി മുകുന്ദനുമായി ആശയവിനിമയം നടന്നിട്ടുണ്ടെന്നാണ് വിവരം. ബി.ജെ.പിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് ചുരുക്കം. പത്തനംതിട്ടയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് പി.സി. ജോർജിന്റേതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മത്സരം നടന്ന തിരുവനന്തപുരത്ത് ഇത്തവണ ആര് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്ന് സംസ്ഥാന നേതൃത്വത്തിനു തന്നെ വ്യക്തമായ ചിത്രമില്ല. ശശി തരൂരിനെ നേരിടാൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരണമെന്ന ആഗ്രഹമാണ് കേന്ദ്ര നേതാക്കളോട് സംസ്ഥാന നേതാക്കൾ പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വി.ഐ.പി. മണ്ഡലത്തിന് തക്കവിധം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ശക്തമായ മത്സരത്തിന് കളമൊരുക്കി അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെത്തിയേക്കുമെന്നാണ് സൂചന. പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയതിനാൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വെടി മുഴക്കാനായെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ മേൽക്കൈ നേടാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.